ആർ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. വലിയ അപകടമാണ് സംഭവിച്ചത്. പക്ഷേ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞതാണ് ഈ അപകടത്തിന്റെ ദുരന്തം വ്യാപ്തി കുറച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അനന്തൻ, ഉമൈബാൻ, ആലപ്പുഴയിൽ ഒരു അപകടം നടന്നതിന്റെ ആഘാതം നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പുനലൂരിൽ ആര്യങ്കാവിൽ മറ്റൊരു അപകടത്തിന്റെ വാർത്ത കൂടി പുലർച്ചെ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. അതിന്റെ ഫലമായി വലിയ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റി ഒഴിവാക്കാനും കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപമാണ് അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റിലും അവിടെ സമീപത്തുണ്ടായിരുന്ന കടകളിലുമൊക്കെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അപകടത്തിൽപ്പെട്ട ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ നിന്ന് കുടുങ്ങിക്കിടന്ന ആൾക്കാരെ വേഗത്തിൽ പുറത്തെടുത്ത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഒരു ജീവൻ നഷ്ടമായി. മറ്റ് പരിക്കേറ്റവർക്കെല്ലാം ചികിത്സ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നൽകുന്നുണ്ട്. ഇതിൽ 1-2 പേരുടെ നില ഗുരുതരമാണെന്നാണ് പറയുന്നത്. അവരെ ആവശ്യമായ ഒരു സ്ഥിതിയെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ ആര്യങ്കാവ് അപകടവുമായി ബന്ധപ്പെട്ട് ആരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അവിടെ അലർട്ടുണ്ട്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനുള്ള നിർദ്ദേശം ഈ അപകടം നടന്നപ്പോൾ തന്നെ നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാഷ്വാലിറ്റിയിൽ എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ പുനലൂരിൽ നിന്ന് പരിക്കേറ്റ ആരെയും തിരുവനന്തപുരത്തേക്ക് വിട്ടിട്ടില്ല. അവിടെ കാര്യങ്ങൾ ചികിത്സ പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ അടിയന്തര ചികിത്സ നൽകണം, കുറച്ചുകൂടി ഗൗരവമുള്ള ചികിത്സ വേണം എന്നൊരു സ്ഥിതി ഉണ്ടായാൽ അവിടെ പരിക്കേറ്റ ചിലരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുമുണ്ട്. ഏതായാലും വലിയ അപകടമാണ് സംഭവിച്ചത്. പക്ഷേ അവിടെ ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് മാത്രമാണ് അത്രയും വലിയ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകാതെ രക്ഷയായത് എന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർ നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഇതൊരു കുഴിയിലേക്ക്, താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ലോറി ഇടിച്ചിട്ടാണ് ഈ അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനത്തിന് അപകടമുണ്ടായത്. നമുക്കറിയാം, ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നവരാണ് അവർ. ചെന്നൈക്കും സേലത്തിനുമൊക്കെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് തീർത്ഥാടനത്തിനായി വന്നതാണ്. അപ്പോൾ കുറെ ദിവസം മുൻപേ ഈ ബസ്സിലുള്ള യാത്ര ആരംഭിച്ചതാണ്. ശബരിമല എത്തുമ്പോൾ അവർ പല തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് ഈ മലയൊക്കെ കയറി ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ക്ഷീണിതരായിരിക്കും. അവർ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ രാത്രിയാണ്, പുലർച്ചെയാണ്. ആ സമയത്ത് നല്ല ഉറക്കവുമായിരിക്കും. അതുകൊണ്ട് ഈ അപകടത്തെക്കുറിച്ച് ഒരു പക്ഷേ ബസ്സിലുണ്ടായിരുന്നവർക്ക് പെട്ടെന്ന് ബോധ്യം ഉണ്ടായിരുന്നിരിക്കില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിന്റെ ആഘാതം അവർക്ക് ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അപ്പോഴേക്കും രക്ഷാകരങ്ങൾ അവരെ തേടിയെത്തുകയും പെട്ടെന്ന് തന്നെ അവർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തത് വലിയ ഭാഗ്യമായി എന്ന് തന്നെ പറയാം. ഏതായാലും ഈ പുലർച്ചെ മറ്റൊരു അപകടത്തിന്റെ വാർത്ത കൂടി കേരളം കേൾക്കുകയാണ്, ഞെട്ടുകയാണ്. ഉമൈബാൻ. അതെ അനന്തൻ, അപകട വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അപകട മരണങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരികയാണ്. എന്തായാലും പുലർച്ചെ തന്നെയുണ്ടായ ഈ അപകട വാർത്ത വരുന്നത് കൊല്ലം ആര്യങ്കാവിൽ നിന്നാണ്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സേലം സ്വദേശി ധനപാലനാണ് മരണപ്പെട്ടത്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.